ഫേമസ് ആയിട്ടുള്ള ഭൂതലിംഗ സ്വാമി ടെമ്പിളിലേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്. അപ്പോൾ ക്ഷേത്രം തുറക്കുന്നത് 5:30 വൈകിട്ട് 5:30 തുറക്കുന്നത്. അപ്പം ഞങ്ങൾ ആ ഒരു ടൈം അനുസരിച്ചാണ് പ്ലാൻ ചെയ്തിറങ്ങിയത്. അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു അമ്പലം, ഒരു മലമുകളിൽ, അതായത് ഒരു മലയുടെ ഭാഗത്തായിട്ടാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനും അങ്ങനെയുള്ള ഒരുപാട് സ്പോട്ട്സ് ഉള്ള ഒരമ്പലമാണ്. പിന്നീട് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് ശിവനാണ്. പുറത്ത് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഇത് ചുറ്റിയാണ്, നമ്മൾ ബാക്ക് സൈഡാണ് വന്നത്. അപ്പം ഇവിടുന്ന് കുറച്ച് നടന്ന് ചുറ്റിയാണ് നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറുന്നത്. അപ്പം ഇതിലെ നടന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ അമ്പലത്തിൻ്റെ തന്നെ ഒരു കുളവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ചെറിയൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നതിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു മലയുടെ വ്യൂ ഉണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ ഇതാണ്. അപ്പം നല്ലൊരു വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ചെന്ന് കയറുന്നത് ഈ അമ്പലക്കുളത്തിൻ്റെ ഗേറ്റിലോട്ടാണ്. നല്ല ഭംഗിയുള്ളൊരു മണ്ഡപം ഈ കുളത്തിൻ്റെ നടുക്ക് തന്നെയുണ്ട്. ഒരു പക്ക തമിഴ്നാട് ഫീൽ തരുന്ന ഒരു അമ്പലവും അമ്പലക്കുളവുമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന്, ഒരുപാട് മീനുകളുണ്ട് ഈ ഒരു കുളത്തിൽ. പിന്നെ ഈ ഒരു ഭാഗത്താണെങ്കിലും ഒരുപാട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ ഈ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ്. ഇന്ന് ഞങ്ങൾ പോയ ദിവസം ഞായറാഴ്ചയാണ്. എന്നാലും അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ കണ്ടില്ല. പിന്നെ മലയാളികളെയും ഒന്നും അധികം കണ്ടില്ല കേട്ടോ. മില്യൻസ് തന്നെയായിരുന്നു കേട്ടോ കൂടുതലും. പിന്നെ ഞങ്ങൾ ആ സ്റ്റാർട്ടിങ്ങിൽ കയറി വന്ന ഭാഗത്തുള്ള ആ പാറയുടെ മുകളിലും കയറിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഈവനിങ് വ്യൂവും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഒരു 1 ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.